നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ അപ്പാർട്ട്മെന്റുകളിലെല്ലാം തന്നെ പമ്പ് സെറ്റ് വെക്കുമ്പോഴത്തേക്കും ഒരു വർക്കിങ്ങും ഒരു സ്റ്റാൻഡ് ബൈ നമ്മൾ വെക്കാറ്. എന്തിനാന്ന് വെച്ചാൽ സപ്പോസ് ഒരു പമ്പ് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പമ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ വെക്കുന്നത്. അപ്പൊ കാലം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ന് വെക്കുന്ന എല്ലാ അപ്പാർട്ട്മെന്റ്സിലും തന്നെ സബ്മേഴ്സിബിൾ പമ്പുകളാണ് വെക്കുന്നത്. അപ്പൊ ഈ വർക്കിംഗ് പമ്പ് മാത്രമായിരിക്കും നമ്മുടെ കെയർ ടേക്കറോ അല്ലെങ്കിൽ മാനുവലി യൂസ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ഇതിനൊരു ഡാമേജ് വരും. മേ ബി ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ഡാമേജ് വരുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ സ്റ്റാൻഡ് ബൈ പമ്പ് ഉപയോഗിക്കാൻ പോകുന്നത്. ആ സമയത്ത് സ്റ്റാൻഡ് ബൈ പമ്പ് വർക്ക് ചെയ്തില്ല. കാരണം സബ്മേഴ്സിബിൾ പമ്പ് എന്ന് പറയുന്ന സാധനം റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ റോട്ടർ ഡാമേജ് ആവുകയും അല്ലെങ്കിൽ ജാം ആവുകയും പമ്പ് സ്റ്റക്ക് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ അത്യാവശ്യം ആ സമയത്ത് ഇത് വർക്ക് ചെയ്ത് വരും. അപ്പൊ അതിനൊരു സൊല്യൂഷനാണ് ഈ ഇന്റർചേഞ്ച് സിസ്റ്റം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇന്റർചേഞ്ച് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം. അതാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ സൈക്കിൾ അനുസരിച്ച് ഇത് മാറി മാറി വർക്ക് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ടൈം വന്ന് പമ്പ് നമ്പർ A ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അടുത്ത് പമ്പ് നമ്പർ Bയിലോട്ട് മാറും, അത് തിരിച്ച് A B അങ്ങനെ മാറി മാറി ഓരോ സൈക്കിൾ അനുസരിച്ചിട്ട് ഇത് മാറി മാറി വരും. കാരണം ഇത് അതിന് മുമ്പേ നമ്മുടെ കെയർ ടേക്കേഴ്സോ അല്ലെങ്കിൽ പമ്പ് ഓപ്പറേറ്റേഴ്സോ നമ്മൾ ബുക്ക് വെച്ചിട്ട് ചെയ്യും. അപ്പൊ ഇന്ന് രാവിലെ ഓൺ ചെയ്ത് പമ്പ് നമ്പർ A ആണ്, അടുത്ത വൈകിട്ട് B ആണ്, അങ്ങനെ ബുക്ക് വെച്ചൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ചില സമയത്ത് മാറി മാറി സെപ്പറേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പമ്പ് ഡാമേജ് ആവാനും അടുത്ത് നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്ന സമയത്ത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് സിസ്റ്റം ഫുള്ള് ഫെയിൽ ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷനാണ് ഇന്റർചേഞ്ച് സിസ്റ്റം, ഓട്ടോമാറ്റിക് ഫുള്ളി ഡിജിറ്റൽ ഇന്റർചേഞ്ച് ഓട്ടോമാറ്റിക് സിസ്റ്റം. അപ്പൊ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്റർചേഞ്ച് ഒരു പാനലിനെ പറ്റിയാണ്. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് മാർത്താണ്ഡത്ത്, തമിഴ്നാട് മാർത്താണ്ഡത്തെ ഒരു സൈറ്റിലാണ്. NSRL എന്ന് പറയുന്ന ഒരു IT കമ്പനിയാണ്. അപ്പോൾ ഈ IT കമ്പനിയിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ഡിജിറ്റൽ സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ഇവിടെ വൈഫൈ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ ലെവൽ കൺട്രോൾ സെറ്റ് ചെയ്യുമ്പോൾ നോർമലി നമുക്ക് കേബിൾ വേണം. കേബിളിൽ ലെങ്ത് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു ഫ്ലോട്ട് സെൻസർ ഉണ്ട്. ആ ഫ്ലോട്ട് സെൻസറിന്റെ കണക്ഷൻ നമുക്ക് ഒരു കേബിൾ വഴി നമ്മുടെ പാനലിലോട്ട് വരണം. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞായിരുന്നു. വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കേബിൾ വലിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ഇന്റർലോക്ക് സിസ്റ്റംസ് ഒക്കെ എല്ലാം കംപ്ലീറ്റ് ആയതാണ്. അപ്പൊ ഇതിന് കുത്തിപ്പൊളി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം നമ്മൾ വൈഫൈ സിസ്റ്റം ചെയ്യാൻ പോയാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിലാണ് ഇതിന്റെ വാട്ടർ ടാങ്ക് ഇരിക്കുന്നത്. നമ്മൾ ഇതിന്റെ കൺട്രോൾ പാനൽസ് എല്ലാം വെക്കുന്നത് ഈ റൂമിലാണ്. ഇവിടെ ക്രോംപ്ടൺ ബ്രാൻഡിന്റെ 3HP 3 ഫേസ് OWKS32 എന്ന മോഡലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ 2 പമ്പ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു വർക്കിംഗ് ആൻഡ് ഓൺ സ്റ്റാൻഡ് ബൈ. ഇതൊരു മൈക്രോ പ്രോസസർ ബേസ്ഡ് കൺട്രോൾ പാനലാണ്. ഒരു പാനലിൽ തന്നെ നമുക്ക് 2 പമ്പ് കണക്ട് ചെയ്യാം. അതിപ്പോ 2 വ്യത്യസ്തമായ HP ആണെങ്കിലും ഇതിൽ യാതൊരു വിധമായ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക് ഇന്റർചേഞ്ച് ഇൻ എവരി സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. അതായത് നമുക്ക് ഒരു സമയം ഇപ്പൊ ഫസ്റ്റ് ടൈമിൽ വന്നിട്ട് പമ്പ് നമ്പർ 1 വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് ടാങ്ക് നിറഞ്ഞതിന് ശേഷം അടുത്ത ടൈം നെക്സ്റ്റ് സൈക്കിളിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് പമ്പ് നമ്പർ 2 ആയിരിക്കും. അത് കഴിഞ്ഞാൽ ആ പമ്പ് നമ്പർ 2ന്റെ വർക്ക് കഴിഞ്ഞാൽ അടുത്ത സൈക്കിളിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് പമ്പ് നമ്പർ 1 ആയിരിക്കും. അങ്ങനെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇന്റർചേഞ്ച് ചെയ്ത് വർക്ക് ചെയ്യും. അതാണ് ഓട്ടോമാറ്റിക് ഇന്റർചേഞ്ച് സിസ്റ്റം. അടുത്ത ഫീച്ചറാണ് ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ. നമ്മളിപ്പോ ഈ ഫുള്ളി ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ പമ്പ് ഇട്ടേക്കുന്ന ആ പമ്പിന്റെ ഉള്ളിൽ സപ്പോസ് വെള്ളം തീർന്നു പോയി, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പമ്പ് ഓട്ടോമാറ്റിക് ഓടിക്കൊണ്ടിരിക്കുകയും പമ്പ് ഡാമേജ് ആവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പമ്പിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ. അതായത് പമ്പിൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ പമ്പ് വർക്ക് ചെയ്യത്തില്ല. അടുത്തതാണ് എന്റെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ. ഓവർലോഡ് പ്രൊട്ടക്ഷൻ മീൻസ് സപ്പോസ് നമ്മൾ പോയി നോക്കാറൊന്നുമില്ല, അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സപ്പോസ് എന്തെങ്കിലും പമ്പിന് എന്തെങ്കിലും ഓവർലോഡ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പമ്പ് ഡാമേജ് ആയി, ഇപ്പോൾ ബുഷിന്റെ വേറെ ടയറിൽ വന്നിട്ട് പമ്പ് എന്തെങ്കിലും ഡാമേജ് ആയി, അങ്ങനെ ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പമ്പിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് വൈൻഡിങ് പോകാതെ ഡാമേജ് ആകാൻ വേണ്ടി ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഇതിനകത്ത് ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും രീതിയിൽ ഇതിപ്പോ ഡിജിറ്റൽ പാനലാണ്, എന്തെങ്കിലും രീതിയിലുള്ള ഡിജിറ്റൽ ഇഷ്യൂസ് എന്തെങ്കിലും വന്നത് നമുക്ക് ഓണാക്കാൻ എന്തെങ്കിലും പാനൽ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്കത് മാനുവൽ ഓപ്പറേഷനും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഇതില് റീസെറ്റ് ടൈമർ ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ, സപ്പോസ് ഡ്രൈ റൺ ആയിട്ട് സമ്പിനകത്ത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഓൺ ഓഫ് ചെയ്യണം, റീസെറ്റ് ചെയ്യണം. അതിന് പകരം നമ്മുടെ ഈ പാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമൽ സ്റ്റാർട്ടേഴ്സിലെല്ലാം തന്നെ വീണ്ടും നമ്മൾ പോയിട്ട് മാനുവലി അത് റീസെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓൺ ഓഫ് ചെയ്തിട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ സിസ്റ്റം തന്നെ ടൈമർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് മുതൽ നമുക്ക് 24 hours വരെ, ഒരിക്കൽ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് ടു 24 hours വരെ നമുക്ക് ഇഷ്ടമുള്ള ടൈം സെറ്റ് ചെയ്യാം. ആ ടൈമിനനുസരിച്ചിട്ട് ഇത് വീണ്ടും റീചെക്ക് ചെയ്യും. ഡിഫോൾട്ട് ആയിട്ട് 30 മിനിറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ടൈമിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത്
നമുക്കിപ്പോ സപ്പോസ് ഏതെങ്കിലും ഒരു പമ്പ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് വെരി നെക്സ്റ്റ് പമ്പ് അടുത്ത വർക്കിംഗ് പമ്പ് ഫെയിൽ ആയി കഴിഞ്ഞാൽ സ്റ്റാൻഡ് ബൈ പമ്പിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് സ്വിച്ച് ചെയ്തോളും. ഇപ്പൊ സപ്പോസ് നമുക്ക് ഒരു പമ്പ് ഫെയിൽ ആയി നമ്മൾ എടുത്തിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ചെക്ക് ചെയ്യുമ്പോൾ പമ്പ് നമ്പർ 1 കണക്റ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് അവേ പമ്പ് നമ്പർ 2 പോയിക്കൊണ്ടിരിക്കും. അത് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ മാനുവൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ കണക്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്ലാക്ക് സ്വിച്ച് ഓൺ ചെയ്യുക. അതാണ് ഇതിന്റെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പവർ ലൈറ്റ് കത്തുന്ന റെഡ് ലൈറ്റ് പവർ ലൈൻ കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് ശേഷം ഇപ്പൊ നമ്മൾ ഓൺ ചെയ്തല്ലോ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പമ്പ് നമ്പർ 1 ഡിസ്പ്ലേയിൽ ഇവിടെ രണ്ട് മോട്ടോർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. മോട്ടോർ 1 മോട്ടോർ 2 ഉണ്ട്. അപ്പൊ മോട്ടോർ 1ലെ ഗ്രീൻ ലൈറ്റ് നമുക്ക് ഇതിനകത്ത് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ തന്നെ നമ്മൾ ടെസ്റ്റ് അതിനകത്തൊരു സ്വിച്ച് ഉണ്ട്, ടെസ്റ്റ് ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്യുക. ആ സമയത്ത് പാനലിലെ മെമ്മറി വണ്ണിലേക്ക് ഫസ്റ്റ് പമ്പിന്റെ കംപ്ലീറ്റ് ഡേറ്റാസ്, അതായത് അതിന്റെ നോർമൽ റണ്ണിങ് കറണ്ട്, സ്റ്റാർട്ടിങ് കറണ്ട്, അതിന്റെ ഡ്രൈ റൺ കറണ്ട്, അതെല്ലാം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് സേവ് ആവും. ഇതിപ്പോ ഒരു DOL കണക്ഷനിലാണ്. DOL കണക്ഷനിലെ 1 മുതൽ 10 HP വരെയുള്ള ഏത് പമ്പ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഈ റേഞ്ചിൽ വരുന്ന ഏത് HP കണക്ട് ചെയ്താലും തന്നെ പാനൽ ഓട്ടോമാറ്റിക് ആയിട്ട് പമ്പിന്റെ ഡേറ്റാസ് എല്ലാം തന്നെ സ്റ്റോർ ആവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് പമ്പ് നമ്മൾ സേവ് ആയി കഴിഞ്ഞാൽ സേവ് ആവാൻ വേണ്ടി ഏകദേശം 15 മുതൽ 20 സെക്കൻഡ് മതിയാവും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ടെസ്റ്റ് ഓൺ ഓഫ് സ്വിച്ച് പ്രസ് ചെയ്യുക. അപ്പൊ ഇതേ പ്രോസസ്സ് തന്നെ മെമ്മറി 2ലും സേവ് ആവും. അതായത് ഈ മെമ്മറി 1 മെമ്മറി 2 എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് പമ്പിന്റെയും സെക്കൻഡ് പമ്പിന്റെയും ഡേറ്റാസ് ആണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. 15 to 20 സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ഓൺ ഓഫ് പ്രസ് ചെയ്യുക. ആ സമയത്ത് ഡിസ്പ്ലേയിൽ സ്റ്റോർ എന്ന് വരും. അപ്പൊ സെലക്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഈ പമ്പ് 1ന്റെയും 2ന്റെയും ഫുൾ ഡാറ്റ തന്നെ സ്റ്റോർ ആവും. ഇനി നമുക്ക് പവർ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റംസ് എല്ലാം തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സേവ് ആയി. ഇനി ഈ സേവ് ആയ വാല്യൂസ് നമുക്ക് മാനുവലി ചേഞ്ച് ആവണം. ഇപ്പോൾ സപ്പോസ് ഡ്രൈ റണ്ണിന്റെ വാല്യൂസ് നമുക്ക് കുറയ്ക്കണം, ഹൈ വോൾട്ടേജിന്റെ വാല്യൂസ് കൂട്ടുകയോ കുറയ്ക്കുകയോ, അങ്ങനെ നമുക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് മാനുവലി സെലക്ട് ചെയ്യാൻ പറ്റും, മാനുവലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നമ്മൾ മെനുവിൽ പ്രസ് ചെയ്ത് അതിന്റെ ഓരോ ഡാറ്റാസ് ആയിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് വൈഫൈ മോഡം. അപ്പൊ നമ്മുടെ ഈ സിസ്റ്റം ഞാൻ പറഞ്ഞായിരുന്നു വൈഫൈ വിത്ത് ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ വൈഫൈ മോഡം. അപ്പൊ ഇതിൽ നമുക്ക് വൈഫൈ മാത്രമല്ല, അതുപോലെ തന്നെ ഇതിനകത്ത് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററും ഉണ്ട്. ഇതിപ്പോ ഇതിന്റെ LED ബൾബ് ഉണ്ട്. ഈ LED ബൾബിന്റെ ഇൻഡിക്കേഷൻസ് അനുസരിച്ചിട്ടാണ് നമുക്ക് വാട്ടർ ലെവൽ എത്രയാണ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പൊ ഇത് റെഡ് ലൈറ്റ് കത്തി കഴിഞ്ഞാൽ 25% താഴെയാണ് ഇതിൽ വെള്ളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെല്ലോ ലൈറ്റ് ആണ് കത്തുവാണെന്നുണ്ടെങ്കിൽ 50% താഴെ, ബ്ലൂ ലൈറ്റ് ആണെങ്കിൽ 75% താഴെയാണ് വാട്ടർ ലെവൽ ഇപ്പൊ നിൽക്കുന്നത് അറിയാൻ പറ്റും. ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ നമുക്ക് 100%, അതായത് അറൌണ്ട് 90% വെള്ളം നിൽക്കുമ്പോഴാണ് ഗ്രീൻ ലൈറ്റ് നമ്മൾ കത്തുന്നത്. ഈ വൈഫൈ യൂണിറ്റ് നമ്മുടെ ഈ പാനലിലോട്ട് ലിങ്ക് ചെയ്യാണ്. അപ്പൊ ഏത് ടൈമിൽ ഓൺ ഓഫ് ആവണം എന്നുള്ള സിഗ്നൽ നമ്മുടെ പാനലിലോട്ട് കൊടുക്കുന്നത് ഈ മോഡം യൂണിറ്റ് ആണ്. അങ്ങനെ പാനൽസിന്റെ കംപ്ലീറ്റ് കണക്ഷൻസ് എല്ലാം കഴിഞ്ഞു, റൊട്ടേഷൻസ് എല്ലാം ക്ലിയർ ചെയ്തു, സെറ്റിംഗ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് നേരെ ഓവർ ഹെഡ് ടാങ്കിന്റെ അടുത്തോട്ട് പോവാം. നമ്മളിപ്പോ ടാങ്കിന്റെ ഏറ്റവും ടോപ്പ് പോർഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഓവർ ഹെഡ് ടാങ്ക്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു വൈഫൈ യൂണിറ്റ് ആണ് നമ്മളിത് വെക്കാൻ പോണേ. അപ്പോൾ വൈഫൈന്റെ നമ്മുടെ ഈ സിഗ്നൽ വയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വൈഫൈ റിസീവർ ആണിത്. അപ്പൊ ഇത് നമ്മൾ ഈ ടാങ്കിന്റെ ഉള്ളിലോട്ട് വെക്കാൻ പോവാണ്. ഇതിൽ നമുക്ക് കാണാം ഇവിടെ ഒരു 3 ടെർമിനൽസ് ഉണ്ട്. അപ്പൊ ഇത് ഏറ്റവും ലോ പോർഷൻ ആണ്, ഇത് മീഡിയം പോർഷൻ ആണ്, ഇത് ടോപ്പ് പോർഷൻ ആണ്. വെള്ളം എപ്പോഴാണ് ഈ ടോപ്പ് പോർഷനിൽ എത്തുന്നത് അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവും. മീഡിയം എത്തുമ്പോഴത്തേക്ക് അത് വാണിംഗ് വരും. റെഡ് എത്തുമ്പോഴത്തേക്ക് മീഡിയം എത്തുമ്പോഴേ നമുക്ക് ഓണാവും, അത് ഓണാവും. റെഡ് എത്തുമ്പോഴത്തേക്ക് അത് നമ്മുടെ അതിനകത്ത് ഡിസ്പ്ലേ ഉണ്ട്, ഡിസ്പ്ലേക്കകത്ത് അത് 0% ആവും. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത് ജസ്റ്റ് ഈ സമ്പിനകത്തോട്ട് അങ്ങ് ഇറക്കി വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. വേറെ ഇത് വലിയ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു പണിയല്ല. അപ്പോൾ സെൻസർ നമ്മൾ ഈ ടാങ്കിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഇറക്കുകയാണ്. ആദ്യം ലോ ലെവൽ സെൻസർ എന്ന് പറയുന്നത് റെഡ് ആണ്. നമ്മൾ റെഡ് ആദ്യം ഇറക്കും. അത് കഴിഞ്ഞാൽ യെല്ലോ, അത് കഴിഞ്ഞാൽ അത് മീഡിയം സെൻസർ ആണ്, മീഡിയം ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ടോപ്പിലായിട്ട് വരുന്നത് ബ്ലൂ സെൻസർ ആണ്. പിന്നെ നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഒരു വെയിറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്, കാരണം അത് ആ സെൻസറിന് വെയിറ്റ് കുറവാണ്. അപ്പോൾ ആ വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയാണ്, ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കയറുമ്പോൾ ഈ കേബിളിന്റെ ഇതുകൊണ്ട് ചിലപ്പോൾ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഇന്നത്തെ ഇൻസ്റ്റാളേഷൻ ഏറ്റവും സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി, പെർഫെക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ ഈ ടൈപ്പ് വൈഫൈ സിസ്റ്റം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിൽ എവിടെയും ഞങ്ങൾക്ക് ഡെലിവറി ആണ്, ഇൻസ്റ്റാളേഷൻ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.